നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മളുടെ പത്രമാധ്യമങ്ങളുടെ എല്ലാം തലക്കെട്ടും ആ വിഷയത്തെ പറ്റിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തെ പറ്റിയാണ്. ഇത് എങ്ങനെ തുടങ്ങി, ഇന്നത്തെ സാഹചര്യം എന്താണ്, മുന്നോട്ടുള്ള ഭാവി എന്തൊക്കെയാകും, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ തുടങ്ങി എന്നതിനെ പറ്റിയാണ്. 1979 വരെ ഇറാനും ഇസ്രായേലും സുഹൃത്തുക്കളായിരുന്നു. അവർ തമ്മിലൊരു നല്ല ബന്ധമായിരുന്നു. ഇറാനിൽ ഷാ എന്ന രാജാവിൻ്റെ ഭരണകാലമായിരുന്നു അത്. അതിനുശേഷം 1979 ഒരു വലിയ വിപ്ലവം ഇറാനിലുണ്ടായി. ആ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി രൂപം കൊണ്ടു. അതോടൊപ്പം തന്നെ അവർ ഇസ്രായേലിനെ ഒരു ശത്രുവായി കാണാനും തുടങ്ങി. ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളായ ഹമാസ്, ഹെസ്ബുൾ എന്നീ സംഘടനകൾക്ക് ഇറാൻ പിന്തുണ കൊടുത്തു തുടങ്ങി. അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നല്ല ബന്ധം വഷളായി തുടങ്ങി. ഇറാനും ഇസ്രായേലും തമ്മിൽ ഇതുവരെ നേരിട്ടൊരു യുദ്ധമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2006 ഹെസ്ബുൾ എന്ന സംഘടന ഇസ്രായേലും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഇറാൻ ഹെസ്ബുളിനെ സപ്പോർട്ട് ചെയ്തു. പിന്നീടുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഇറാൻ സിറിയയിൽ സൈനിക താവളങ്ങൾ ഉണ്ടാക്കി. അതിനെതിരെ ഇസ്രായേൽ ആക്രമിച്ചു. സിറിയ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിച്ചു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഒരു ആണവശക്തിയായിട്ട് രൂപം കൊണ്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കുമോ എന്നൊരു പേടി ഇസ്രായേലിന് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അത് തടയാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്രായേൽ ഡമാസ്കസ് ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിച്ചു. ഡമാസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാർലമെന്റ് പോലെ അവിടുത്തെ ഒരു കെട്ടിടമാണ്. അത് ആക്രമിച്ചു. അപ്പം ഇസ്രായേൽ ആക്രമിച്ചു. അപ്പം അതിന് പ്രതിയാക്രമണമായിട്ട് വലിയ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചു. അതോടുകൂടെ ഗാസയിലെ ഹമാസ് എന്ന ഗ്രൂപ്പുമായിട്ട് ഇസ്രായേൽ യുദ്ധം തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഹമാസ്, ഹെസ്ബുൾ എന്ന സംഘടനകൾക്കെല്ലാം ഇറാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഗാസയിലെ ഹമാസ് ഇസ്രായേലുമായിട്ട് യുദ്ധം തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനുശേഷം എന്തായിരിക്കും ഇതിൻ്റെ ഭാവി, ഇതെങ്ങനെയായിരിക്കും പോവുക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഒരു അനുമാനമാണ്, ഇതെങ്ങനെയായിരിക്കും പോവുക, എന്തൊക്കെ ഉണ്ടായാൽ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇതിൻ്റെ പിന്നാലെ വരാൻ പോകുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നം നടക്കുന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ഈ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു പല രാജ്യങ്ങൾ അതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട്. ഇതൊരു വലിയ യുദ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നീട് വേറെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇറാൻ ഒരു ആണവായുധങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാൻ വേണ്ടി ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മറ്റ് രാജ്യങ്ങൾക്കും, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എണ്ണയുടെ വില കൂടും, സുരക്ഷ, അങ്ങനെയുള്ള ഇന്ത്യയിലെയുള്ള ആൾക്കാർ, അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സുരക്ഷ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ ജീവൻ ആപത്താണ്, അവരുടെ സാധനങ്ങളും ജീവനും എല്ലാം ആപത്താണ് ഈ ഒരു യുദ്ധം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകത്തില്ല. എല്ലാവരുടെയും മനുഷ്യന് ജീവൻ ഉണ്ടാവുക, മനുഷ്യങ്ങൾ മരിക്കുക, ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർന്നു വീഴുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. നല്ലൊരു കാര്യം ഈ യുദ്ധത്തിലൂടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളും മറ്റു രാജ്യങ്ങളും ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ യുദ്ധം ഇല്ലാതാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്